നമസ്കാരം സാറേ. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡക്റ്റിന്റെ ഡിസൈന് വളരെ സിമ്പിളായിട്ട് സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏറ്റവും ചെറിയ വീഡിയോ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളെ HVAC ഡക്റ്റ് ഡിസൈനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫ്യൂസറാണ്, നോർമൽ ഗ്രില്ലല്ല. ഈ ഡിഫ്യൂസർ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഡിഫ്യൂസറിന് ഒരു ഈവൻ സ്പ്രെഡിങ് ആയിരിക്കും എയർ. അതേപോലെ തന്നെ എല്ലായിടത്തും ഒരു കവറേജ് കിട്ടും, ഒരു കാസറ്റ് എ സിയുടെ എഫക്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഈ ഡക്റ്റിൻ്റെ ബ്രാഞ്ചുകളെല്ലാം കുറയ്ക്കുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ ഡിഫ്യൂസർ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് സൈഡ് ത്രോയിൽ നിന്ന് മാറിയിട്ട് ഡിഫ്യൂസർ എന്നുള്ള കൺസെപ്റ്റിലോട്ട് വന്നത്. ഞാൻ ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണിക്കാം. ഇങ്ങനെയാണ് ടോപ്പ് വ്യൂ. ഇതെല്ലാം ബീം, നമ്മുടെ ഫാന്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോൺഫറൻസ് റൂമിനകത്ത് സൈഡിലോട്ടാണ് പോയിരിക്കുന്നത്. മെഷീൻ ആദ്യം നടുക്ക് വെച്ചു, അത് കഴിഞ്ഞ് നടുക്ക് ഫാനിൻ്റെ ഒക്കെ ഒരു പ്രസൻസ് വരുന്ന കാരണം വീണ്ടും ഈ മെഷീൻ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പം മെഷീൻ 5 ടണ്ണിൻ്റെയാണ് മെഷീന്. ഈ മെഷീൻ 5 ടണ്ണിലോട്ട് ഡെറിവ് ചെയ്യുന്ന E20 ഷീറ്റുകളുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് 5 ടണ്ണിൻ്റെ മെഷീന്. ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് പോകുന്നു. മെയിൻ ബ്രാഞ്ചിൽ ഇരുന്ന് മെയിൻ ഡക്റ്റ് പോകുന്നു. മെയിൻ ഡക്റ്റിൽ ഇരുന്ന് ബ്രാഞ്ച് ഡക്റ്റ് വരുന്നു. ബ്രാഞ്ച് ഡക്റ്റിൽ ഇരുന്ന് ഡിഫ്യൂസറിൻ്റെ ബ്രാഞ്ച് വരുന്നു. ഡിഫ്യൂസറിൻ്റെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വ്യൂ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ രണ്ട് മെഷീനാണ്. രണ്ട് മെഷീന് നമുക്ക് ഇവിടെ 25 TR അല്ലെങ്കിൽ 9000 CFM ആണ് E20 കാൽക്കുലേഷന് കിട്ടിയത്. നമ്മൾ LGയുടെ 11 ടണ്ണ് ഇൻവെർട്ടർ മോഡൽ. ഇതെല്ലാം ഇൻവെർട്ടർ സീരീസ് ആണ്. പവർ കൺസംഷൻ കുറവാണ്. BLDC മോട്ടറാണ്. R32 ആണ്. അപ്പം LGയുടെ സ്വന്തം ഇന്ത്യൻ പ്ലാന്റിൽ തന്നെ പ്രൊഡക്ഷനാണ്. 11 ടണ്ണിൻ്റെ രണ്ട് മെഷീൻ, അപ്പോൾ 22 ടണ്ണായി. ഈ 22 ടണ്ണിൻ്റെ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ഈ പാർട്ടിൽ വർക്ക് സ്പേസിൽ ഓക്യുപ്പൻസി കുറവാണെങ്കിൽ ഈ മെഷീൻ ഓഫ് ചെയ്തുകൊണ്ട് ഈ മെഷീൻ മാത്രം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വൈസ് വേഴ്സ. അങ്ങനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഈ 11 ടണ്ണിന് ബ്രാഞ്ച് നേരെ പോകുന്നു. ഈ വിസ്റ്റേഴ്സ് സ്പേസും അതേപോലെ എൻട്രൻസ് സ്പേസും അത് രണ്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല്, ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ വർക്ക് സ്പേസിലോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം ഡയറക്റ്റ് ഈ ഗ്രില്ലിനതുപോലെ നേരെ നമ്മുടെ തലയിലോട്ട് കൊള്ളത്തുമില്ല. എന്നാൽ ഇത് ആ ഏരിയ മുഴുവനും, അതായത് ത്രോ വന്നിട്ട് ഒരു 7 to 11 ഫീറ്റ് ത്രോ വരും. ഈ ഡിഫ്യൂസറിൻ്റെ കവറേജ് ഒരു ചാർട്ടുണ്ട്. ഇതുപോലെയാണ്. ഇപ്പോൾ 12x12 ഡിഫ്യൂസർ ആണെങ്കിൽ അതിൻ്റെ ഒരു ചേംബർ വഴി 300 CFM എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം ത്രോ വരുന്നത് 7 to 11. ഇതിൻ്റെ ആ സൗണ്ടിൻ്റെ ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 20 ബിലോ ആയിരിക്കും ഡെസിബിൾ സൗണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ആ പെർഫെക്റ്റ് ആയിട്ട് നോക്കി തന്നെയാണ് ഡിഫ്യൂസർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ മെഷീൻ. ഇതും 11 ടണ്ണിൻ്റെ മെഷീനാണ് സാറേ. ഇത് നേരെ നമ്മുടെ ഈ സയൻറ്റിസ്റ്റൊക്കെ ഇരിക്കുന്ന ഈ ഏരിയയിലോട്ട്, അല്ലെങ്കിൽ സീനിയേഴ്സ് ഇരിക്കുന്ന ഈ ഏരിയയിലോട്ടാണ് വരുന്നത്. ഇത് ഈ മെഷീനും താഴെ ഡിഫ്യൂസർ വെച്ച് ഡിഫ്യൂസറാണ്. അപ്പോൾ ഇത് ഈ ഡിസൈനകത്ത് നമ്മൾ എന്നാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒരു ഫ്രണ്ട് ഹോളിൽ, അതായത് ഇതാണ് മെയിൻ ഹോള്. മെയിൻ ഒരു വരുന്ന ആൾക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഈ ഡക്റ്റുകൾ കുറുകെ പോകുന്നത് കാണാൻ പറ്റത്തില്ല. ഈ ആപ്പാടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ബ്രാഞ്ചേ കാണാം. ഈ ഒരു ബ്രാഞ്ചേ കാണുള്ളൂ. 8 mm ആണ്, 8 ഇഞ്ചാണ്, 20 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ എല്ലാ ഡക്റ്റിൻ്റെയും ഹൈറ്റ്. വീതി വന്നിട്ട് 28 മുതൽ 12 ഇഞ്ച് വരെ ഉണ്ട്. 28
ഇഞ്ച് മുതൽ സ്റ്റാർട്ടിങ് മുതൽ 12 ഇഞ്ച് വരെ ഉണ്ട് ഡക്റ്റിൻ്റെ വിഡ്ത്ത്. ഹൈറ്റ് വന്നിട്ട് എല്ലാ ഡക്റ്റിനും 8 ഇഞ്ചാണ് ഹൈറ്റ്. അപ്പം ഒരു ഇതാണ് എൻട്രൻസ് ഏരിയ. ഈ എൻട്രൻസ് ഏരിയയിൽ ഇരുന്ന് വരുന്ന ഒരാൾക്ക് ഈ ഒറ്റ ഡക്റ്റ് മാത്രമേ വിസിബിൾ ആകത്തുള്ളൂ. ബാക്കിയുള്ള ഡക്റ്റ് എല്ലാം പില്ലറിന്റെ ബാക്ക് സൈഡിലോട്ട് ചെന്നിരിക്കുകയാണ്. ഈ ഏരിയയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ ഡക്റ്റ് മാത്രമേ ഒറ്റ നോട്ടത്തിൽ കിട്ടത്തുള്ളൂ. ഈ ഏരിയ ഈ പില്ലറിന്റെ ബാക്കിലോ അല്ലെങ്കിൽ ഈ പില്ലറിന്റെ ബാക്കിലായിട്ട് ആണ് ഈ ഡക്റ്റുകൾ പോകുന്നത്. അതേപോലെ പറ്റുന്നത്ര ഇതൊന്നും പൂർണ്ണമായിട്ടും പുറത്ത് കാണാത്ത രീതിയിൽ നമ്മൾ അത് സപ്ലൈ ഇരിക്കുന്ന ആൾക്ക് നല്ല ഈവനായിട്ട്. ഇപ്പോൾ ഈ 3 ഡിഫ്യൂസർ തന്നെ ഈ ഏരിയ നല്ല ആയിട്ട് ചില്ലാവും. അപ്പം ഈ 11 ടണ്ണ് ഇതിലോട്ട് വരാൻ വേണ്ടി നമുക്കൊരു കാൽക്കുലേഷൻ E20 ഷീറ്റ് ഉണ്ട്. E20 ഷീറ്റ് പ്രകാരം വർക്ക് സ്പേസിനകത്ത് നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ്, ക്യൂബിക്ക്, അതേപോലെ ലാറ്റിറ്റ്യൂഡ്, ഡെയിലി റേഞ്ച്, ഡ്രൈ ബൾബ്, വെറ്റ് ബൾബ്, ഇങ്ങനത്തെ എല്ലാ ഫാക്ടേഴ്സ് ഇതിനകത്ത് വരുന്നത്. ഗ്ലാസിൻ്റെ യു വാല്യൂ, ഗ്ലാസ് വഴിയുള്ള സോളാർ ഗെയിന്, വാൾ വഴി, റൂഫ് വഴി, അതേപോലെ പീപ്പിൾ ഒക്കുപ്പൻസി, ലൈറ്റിൻ്റെത്, എക്യുപ്മെൻറ്റിൻ്റെ ഹീറ്റ്, ഇൻഫിൽട്രേഷന്, സെൻസിബിൾ ഹീറ്റ്, ഇങ്ങനെ എല്ലാ ഈ ഷീറ്റും കസ്റ്റമറിന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. 25 TR അല്ലെങ്കിൽ 9040 23 ടൺ. അപ്പോൾ ആ CFM നമുക്ക് സപ്ലൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്ര ടണ്ണേജോ എന്നുള്ള രീതിയിലാണ് വേണ്ടത്. അവിടെ LGയുടെ കൊമേഴ്ഷ്യൽ AC ഇൻവെർട്ടർ ഹൈസ്റ്റാറ്റിക് ഈ മെഷീൻ 5 ടൺ ഇതിനകത്ത് വയ്ക്കുക. 5 ടണ്ണും 8.5 ടണ്ണ് 11 ടൺ ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും 11 ടണ്ണും, ഇത് 11 ടണ്ണ്, ഇത് 11 ടൺ, ഇത് 5 ടൺ. ഓക്കെ സാറേ, ബാക്കിയുള്ള എല്ലാം കൊട്ടേഷനായിട്ടും അതേപോലെ തന്നെ ലേ ഔട്ടായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.